ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കണക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സസൈസിലെ ആദ്യത്തെ 3 പ്രോബ്ലങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് 4ാമത്തെ പ്രോബ്ലം മുതലാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്: റൈറ്റിംഗ് അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്, അതിൽ ലാസ്റ്റ് ഡിജിറ്റ് 1ലോ 6ലോ തീരുന്ന രീതിയിലുള്ള ആ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ഒരു സീക്വൻസ് എഴുതുക. അതിൻ്റെ ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. ഇത് എങ്ങനെ, മറ്റ് 2 തരത്തിൽ എങ്ങനെ ഇത് പറയാം എന്ന് വിവരിക്കും. നമുക്കത് എഴുതി നോക്കാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. 1ൽ അവസാനിക്കുന്നു, 1 or 6 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 6, അടുത്ത 1 വരുന്നത് 11, പിന്നെ 6 വരുന്നത് 16, പിന്നെ 21, 26 എക്സെട്ര. ഇനി ഇതിൻ്റെ 2 പ്രത്യേകതകൾ കാണാം. ഇത് 1ൽ തുടങ്ങി 5 വീതം കൂടിക്കൂടി പോകുന്ന നമ്പേഴ്സാണ് ഒരു പ്രത്യേകത. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് റിട്ടേൺ ഇൻ ആഡിങ് 5 to each number ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇതിനെ നമുക്ക് 5 കൊണ്ട്, ഈ നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. ആ ഒരു പ്രത്യേകത നമുക്ക് എഴുതാം. ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ലിവ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സ് ഒരു പ്രത്യേകത. പിന്നെ ആദ്യത്തെ പ്രത്യേകത 1 തുടങ്ങി 5 വീതം കൂടിക്കൂടി പോകുന്ന ഒരു സംഖ്യാശ്രേണി. ഇതാണ് 2 പ്രത്യേകതകൾ. സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് റിട്ടേൺ ഇൻ ആഡിങ് 5 to each number. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് അത് പോകുന്നു. അടുത്ത മറ്റൊരു പ്രത്യേകത, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ലീവ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ. ഇനി ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ക്വസ്റ്റ്യനിൽ കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിനെ കട്ട് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് ദ സ്മോളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 triangles in the first picture. The third picture shows the same thing done on the second picture. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്തു. അപ്പം ടോട്ടൽ 4 ട്രയാങ്കിൾ ഉണ്ട്. അതിൽ 3 റെഡ് ട്രയാങ്കിൾ നടക്കുന്ന ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, അതുപോലെ ഈക്വൽ സൈസും ആയിരിക്കും. അങ്ങനെ 4 ട്രയാങ്കിൾ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞാണ് ഫസ്റ്റ് ഫിഗർ. അതുപോലെ 2ാമത്തെ പിക്ചറിലും ഇത് തന്നെ. ഇത് വീണ്ടും ആ ഓരോ ചെറിയ ട്രയാങ്കിളിലും അത് വീണ്ടും ആവർത്തിച്ചിരിക്കും. അതുപോലെ 3rd പിക്ചറിലും അത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയ ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഇനി അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ വെറുതെ പടത്തിൽ നോക്കിയിട്ട് നമുക്ക് എണ്ണം എടുത്താലും മതി. അല്ലെങ്കിൽ ആദ്യത്തിൽ റെഡ് ട്രയാങ്കിളിൻ്റെ എണ്ണം 3 എണ്ണമാണ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ അത് ഓരോന്നും 3 ഇൻറ്റു വീണ്ടും 3 എണ്ണം വരുന്നുണ്ട്. അടുത്ത ട്രയാങ്കിളിൽ വീണ്ടും ഇൻറ്റു അത് തന്നെ റിപ്പീറ്റ് ചെയ്ത്, അപ്പം വീണ്ടും അവിടെ ഇൻറ്റു 3 ട്രയാങ്കിൾ വീണ്ടും വരും. അങ്ങനെ റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഓൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യത്തെ വലിയ മുഴുവനുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയെ ഒന്നൊന്ന് വിചാരിച്ചിട്ട് ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ്, ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച്. ഇപ്പോൾ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ഏരിയ നമുക്കറിയാം, അത് ഇൻറ്റു ടോട്ടൽ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോന്നിലെയും റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്, ആ മുഴുവൻ ട്രയാങ്കിളിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാം.
ഇനി അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അങ്ങനെ ഈ ഓരോ കേസിലും കിട്ടിയ നമുക്ക് 3 ട്രയാങ്കിളിൻ്റെ കേസിൽ അപ്പോൾ 3 എണ്ണം വീതം 3 ടേം വീതം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ തുടർന്ന് വരുന്ന 2 ടേമും കൂടെ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ്. അപ്പോൾ ടോട്ടൽ 5 ടേം ഈ ഓരോ കേസിലെയും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വരുന്ന 2 എണ്ണം കൂടെ ചേർത്തിട്ട് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3 ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ ഓരോ 3ലും പിന്നെ 3 വീതമുണ്ട്. അങ്ങനെ 3 × 3 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസിലുള്ളത്. നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. ദ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ റെഡ് ട്രയാങ്കിൾസ് നമ്മൾ പിക്ചർ കണ്ടു, ഈക്വൽ ടു അവിടെ 3 എണ്ണമാണ് ഉള്ളത്. നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. 9. ദ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ. തേർഡ് പിക്ചറിൽ വീണ്ടും 9 വീണ്ടും അതേപോലെ 3 എണ്ണം വെച്ച് വരുന്നുണ്ട്. അപ്പോൾ 3 × 9 27 റെഡ് ട്രയാങ്കിൾസ് തേർഡ് പിക്ചറിലുണ്ട്. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഓൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കംപ്ലീറ്റ് ദി ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഏരിയ ഓഫ് ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിളിനെ 1 എന്ന് എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഇനി ഓരോന്നിൻ്റെയും ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിലെ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ്, അത് ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ അല്ല, ഒരു റെഡ് ട്രയാങ്കിൾസും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ 1 എന്ന് എടുത്തു. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ 4 ട്രയാങ്കിളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒന്നിൻ്റെ ഏരിയ അത് 1/4. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ, ചെറിയ ട്രയാങ്കിൾസ് എണ്ണം. അവിടെ സെക്കൻഡ് പിക്ചറിൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ കട്ട് ചെയ്തും ചെയ്യാത്തതും എല്ലാം കൂടി ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. 16ൽ 1 1/16 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അതേപോലെ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ, ചെറിയ ട്രയാങ്കിൾസിൻ്റെ എണ്ണം. അപ്പോൾ അവിടെ ടോട്ടൽ 64 ട്രയാങ്കിൾസ് ഉണ്ട്. 64 റെഡ് ട്രയാങ്കിൾസിൻ്റെ മാത്രമല്ല, റെഡ് ട്രയാങ്കിൾസും കട്ട് ചെയ്ത് പോയതെല്ലാം കൂടെ കൂട്ടി ചെറിയ ട്രയാങ്കിൾസിൻ്റെ ആകെ എണ്ണം 64 ഉണ്ട്. അപ്പോൾ 1/64 ആണ് ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ, റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് ചോദിച്ചത്. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഈച്ച് പിക്ചർ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഓരോ ചെറിയ ട്രയാങ്കിൾസിന്, ഓരോ ചെറിയ റെഡ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ റെഡ് മാത്രമല്ല എല്ലാ ചെറിയ ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. ഇവിടെ ടോട്ടൽ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ, ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം 3 ആണെന്ന് നമുക്കറിയാം. ഈക്വൽ ടു ആകെ ട്രയാങ്കിൾസ് എണ്ണം 4 ആണ്. അപ്പോൾ 3/4 ആണ് റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ. അതുപോലെ സെക്കൻഡ് പിക്ചറിൽ 16 എണ്ണമാണ് ആകെ ഉള്ളത്. അതിൽ 9 എണ്ണം റെഡ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ 9/, ഇനി തേർഡ് പിക്ചറിൽ 64 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അവിടെ 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. 27, 64, 27/64. അത്രയുമാണ് റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇതിലെ നമുക്ക് ആദ്യത്തെ 3 ടൈം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത ബാക്കിയുള്ള ടൈമുകളും കൂടെ ചേർത്ത് എഴുതാം. നമുക്ക് എഴുതാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 5 ടൈംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് ദ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 2 ടൈമും കൂടെ തുടർച്ചയായിട്ട് എഴുതാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടിയത് ഈക്വൽ ടു 3, 9, 27. ഇത്രയാണ് നമ്മൾ ആദ്യം എഴുതിയിരുന്നത്. എക്സ്ട്രാ ഇനി വേണ്ടത് അത് 3 ട്രയാങ്കിൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അടുത്തത് 27 × 3 നമുക്ക് 81, 243 അങ്ങനെ കിട്ടും. ഇനി അതിലെ നെക്സ്റ്റ്, ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ് ഓഫ് ദ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച്. ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് ഈക്വൽ ടു അത് 1/4, 1/16, 1/64. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. തുടർന്ന് വരുമ്പോൾ
1/256, 1/1024. The first 5 times of the sequence of the total area of the red triangles in each picture. അത് നമുക്ക് ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടിയിരുന്നു. ഈക്വൽ ടു അത് ആദ്യം 3/4 ആയിരുന്നു. 3/4 9/16 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് 27/64 അത് നമുക്ക് കിട്ടിയതാണ്. ഇനി തുടർന്ന് വരുന്നത് 81/256, അടുത്തത് 243/1024. അപ്പോൾ ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 2ാമത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യനുമായിട്ട് കാണാം.